അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്നേന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ക്രീം യൂസ് ചെയ്തതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത് ആയതുകൊണ്ട് ആ ഒരു ക്രീമിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഇന്ന് ക്ലിയർ ആക്കി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോയി വീഡിയോ കണ്ടിട്ട് വരാം അല്ലേ. അപ്പം ഞാൻ ആ ഒരു വീഡിയോയിൽ 2 ക്രീമിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. 2 ക്രീം എന്ന് വെച്ചാൽ ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു 2 ക്രീം. ആ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ഗുഡ് വൈബ്സ് എന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഒക്കെ വിട്ടുപോയി. ഞാൻ ആ ഒരു ധൃതിയിൽ ആ ഒരു വീഡിയോ ചെയ്തിട്ടുകൊണ്ടുള്ള ഒരു മിസ്റ്റേക്കാണ് കേട്ടോ. ആദ്യം നമുക്ക് നൈറ്റ് ക്രീം പരിചയപ്പെടാം. ഏതായിരുന്നു നൈറ്റ് ക്രീം പരിചയപ്പെടാം. ഈ ഒരു ബോട്ടിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് കാണിക്കുക ഈ ഒരു ഗുഡ് വൈബ്സിൻ്റെ ഡി ടാൻ ഗ്ലോ നൈറ്റ് ക്രീമാണ് മെയിനായിട്ട് ഇവിടെ എഴുതി കാണിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഉപ്തനാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ടെർമറിക് അടങ്ങിയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇത് നൈറ്റ് ക്രീമാണ്. ഞാൻ ഇതിൻ്റെ ഡേ ക്രീമും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാനിപ്പം പൊട്ടിക്കാത്തത് ഞാൻ ഈ ഒരു ഡേ ക്രീം മുന്നേ യൂസ് ചെയ്തിട്ടുള്ളതാണ്. വെച്ചാൽ ഒരു ബോട്ടിൽ ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. എനിക്ക് ആ ടൈമിൽ നല്ല റിസൾട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ക്രീമാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് എൻ്റെ കയ്യിൽ ഡെർമഡോക്കിൻ്റെ ഒരു ക്രീം ഉള്ളത് കൊണ്ട് ഞാൻ ഇത് പിന്നീട് ഓർഡർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം അത് 1 മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്ത് ഇപ്പോഴാണ് തീർന്നത്. അപ്പോൾ ഇതാ ഞാൻ പിന്നീടും എനിക്ക് ഇതാണ് നല്ല റിസൾട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത് വീണ്ടും ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ ഈ ഒരു ഗുഡ് വൈബ്സിൻ്റെ ടാൻ ഗ്ലോ നൈറ്റ് ക്രീമും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഇതിൽ മെയിനായിട്ട് അവർ ഈ 2 ക്രീമിലും ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളത് ഡി ടാൻ ഗ്ലോ ഫേസ് ക്രീമാണ്. വെച്ചാൽ നൈറ്റ് ക്രീമും ഡേ ക്രീമുമാണ് അവർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. രണ്ടും ഗുഡ് വൈബ്സിൻ്റെ ഉപ്തൻ ക്രീമാണ്. കെമിക്കൽ ഒന്നും അടങ്ങിയിട്ടുള്ള ഒരു ക്രീമല്ല. അതുപോലെ തന്നെ ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പിന് ഇന്നലെ വന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു, ഏതൊക്കെ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാന്നുള്ളത്. ഇത് ഓൾ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. സൈഡ് എഫക്റ്റ് ഒന്നും കാര്യങ്ങളൊന്നും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ വേറൊക്കെ ക്രീം യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത് ടെർമറിക് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഫേസിൽ ഒത്തുപോയിക്കൊള്ളണമെന്നില്ല. പിന്നെ നമ്മൾ കൈക്ക് അവിടെ എവിടെയെങ്കിലും ഒന്ന് ആദ്യം നമ്മൾ കൈയിൻ്റെ ഇവിടെ സൈഡിൽ അപ്ലൈ ചെയ്ത് നോക്കുക. നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാതൊക്കെ നമ്മുടെ സ്കിൻ ടോണിന് മാച്ചായി പോകലുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ കൈയിൻ്റെ എവിടെയോ അല്ലെങ്കിൽ നെക്കിൻ്റെ ഈ സൈഡിലോ അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യം തന്നെ പാച്ച് ടെസ്റ്റ് നടത്തുക. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല റിസൾട്ട് തോന്നിയിട്ടുള്ള ഒരു ക്രീം തന്നെയാണ്. ഇപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇതിൽ മെയിനായിട്ട് അവർ 7 days കൊണ്ട് റിസൾട്ട് കിട്ടുമെന്ന് അവർ തന്നെ പറയുന്ന ഒരു ക്രീമാണ്. ഇത് പ്രൊമോഷൻ വർക്ക് കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് ഈ ഷെയർ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിത് ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ്. 2ാമത്തെ വട്ടമാണ് ഞാൻ വാങ്ങുന്നത്. ഞാൻ പറഞ്ഞു, മുന്നത്തെ വീഡിയോയിലും പറഞ്ഞു. അത് ഈ ഡേ ക്രീമാണ് കേട്ടോ 2ാമത്തെ വട്ടം യൂസ് ചെയ്യുന്നത്. ഈ നൈറ്റ് ക്രീം ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് യൂസിന് തന്നെ നമുക്ക് ഇത് നൈറ്റിൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുക. ഫേസിലോട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങാം. രാവിലെ നമ്മൾ ഒന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗ്ലോ മനസ്സിലാവും. എന്നുവെച്ചാൽ നമ്മൾ ഈ പുറത്ത് പോയി പണിയെടുക്കുന്നവരാണ്, വെയിലും കൊണ്ട് പുറത്ത് പോയി പണിയെടുക്കുന്നവരാണെങ്കിൽ തിരിച്ച് നമ്മൾ വീട്ടിലെത്തുമ്പം നമ്മളെ ഫേസ് നല്ല ടാൻ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ക്രീം നല്ല യൂസ്ഫുൾ ആയിരിക്കും. നമ്മളെ സ്കിൻ ടോൺ തിരിച്ച് കിട്ടാനും ഫേസ് ഒന്ന് ഗ്ലോ ആക്കാനും അതുപോലെ തന്നെ ടാന് പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാനും നമ്മളെ സ്കിന്ന് നല്ല സ്മൂത്തനിങ് ആക്കും. ഈ ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ നോക്കാം കേട്ടോ. നമുക്ക് ഒരു തിക്ക് ഫോമിലാട്ടോ ഈ ഒരു ക്രീം വരുന്നത്. നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെ സ്കിൻ നോക്കിയേ ഉണ്ടോ, നമ്മളെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ആക്കും. അതുപോലെ തന്നെ ഒരുപാട് ഓയിലി ആക്കുന്നൊന്നുമില്ല. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓയിലി ആയിട്ട് തോന്നിയേക്കാം. അപ്പോൾ യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിലേക്ക് അങ്ങോട്ട് ചേരും. എന്ന് വെച്ചാൽ അബ്സോർബായി ചേർന്ന് നമ്മളെ സ്കിന്നുമായിട്ട് മാച്ചായി പോകും കേട്ടോ. എല്ലാ ടൈപ്പ് സ്കിന്നിനും യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു നൈറ്റ് ക്രീം ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ക്രീം എനിക്ക് 7 days ആവുന്നതിന് മുന്നേ വെച്ചാൽ ഒരു 5 day ആയപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്ന് വീഡിയോ ചെയ്തത്. നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തോന്നും
കേട്ടോ, നമ്മളെ സ്കിന്നുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇത് നമ്മൾ പുറത്ത് വർക്കിനൊക്കെ പോകുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ മോർണിംഗിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മസ്റ്റാണ്. അത് ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നതുകൊണ്ടല്ല മോർണിംഗിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. നമ്മൾ ഏതൊരു ക്രീം യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. പുറത്ത് പോകുന്നവർ മസ്റ്റാണ് സൺസ്ക്രീൻ. ആ സൺസ്ക്രീൻ നമ്മൾ കണ്ടിന്യൂ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ചേഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ ലാസ്റ്റ് ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയരുത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പുറത്ത് പോയി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ ഒഴിച്ചു കൂടരുത് നമ്മുടെ ലൈഫിൽ. ഇപ്പോൾ ഈ ഒരു 1 year ആയിട്ടാണ് ഞാൻ സൺസ്ക്രീൻ കണ്ടിന്യൂ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞാനും അങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പണ്ട് ഞാനൊന്നും സൺസ്ക്രീൻ യൂസ് ചെയ്യില്ലായിരുന്നു. അതെന്താ സംഭവം പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പം അതുപോലെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ പലവരും പറയുന്നത് കേട്ടോ, ഇന്നാൾ ഇതേമാതിരി ആരോ പറയുന്നത് കേട്ടു, സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സ്കിന്നൊന്ന് ചേഞ്ച് ആവുന്നുണ്ട്, സ്കിൻ ടോണ് മാറുന്നുണ്ട്, കളറ് വെക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഡേ ക്രീം ഇപ്പം യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഡേയിൽ വെച്ചാൽ പകൽ സമയത്ത് ഞാൻ എന്താ പറയുക, നമ്മളെ ക്യാരറ്റ് ഓയിലും അതുപോലെ തന്നെ ഞാനൊരു 40 കഷായ ജെല്ലി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്സിലും ഡേ മൈ ലൈഫിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യും ഡേയിൽ. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ പൊട്ടിക്കാത്തതും യൂസ് ചെയ്യാത്തതും. ഇത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടാട്ടോ. പക്ഷേ നിങ്ങളിത് രണ്ടും വാങ്ങുകയാണെങ്കിൽ ഇത് ഡേയും ഇത് നൈറ്റും ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് എന്തായാലും കിട്ടും. ഞാൻ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഒരു ക്രീമിനും പ്രൊമോട്ട് ചെയ്ത് പറയുന്നതല്ല. എനിക്ക് നല്ലത് എന്ന് തോന്നിയത് കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ചാനലിൽ വീഡിയോസൊക്കെ കാണുന്ന കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ. പിന്നെ ഇത് ടർമറിക് അടങ്ങിയതുകൊണ്ട് തന്നെ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും, ആണുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇത് ഒരുപോലെ ആണുങ്ങൾക്കും യൂസ് ചെയ്യാം കേട്ടോ. യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, അടിപൊളിയാണ്. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 7 days കൊണ്ട് നമുക്ക് ആ ഒരു റിസൾട്ട് വിസിബിളായി കിട്ടും കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. 7 days ഒന്നും വേണ്ട, ഒരു 3-4 ദിവസമൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഇങ്ങനെ തോന്നും. നൈറ്റിൽ ഇത് അപ്ലൈ ചെയ്ത് മോർണിംഗ് ആകുമ്പോൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങി എന്ന് മനസ്സിലാവും കേട്ടോ. പിന്നെ ഈ ഒരു ക്രീമിൽ നോ പാരബൻസ്, നോ സൾഫേറ്റ്, നോ മിനറൽ ഓയിൽസ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇതിൽ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓൾ ടൈപ്പ് സ്കിൻ ടൈപ്പിനും ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഉപ്തനായതുകൊണ്ട് തന്നെ ഇതിന് വേറെയും കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ഒരു നാച്ചുറൽ എക്സ്ഫോളിയൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്രീം. സ്കിന്നിലെ ഡൾ സെൽസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്രീം. പിന്നെ ഈ ഒരു ക്രീമിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് ആണ്. സാഫ്രോൺ, ടർമറിക്, വൈറ്റമിൻ B3. ഇതൊക്കെയാണ് ഈ ഒരു ക്രീമിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് കണ്ടിന്യൂ യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് നോക്കുക, അടിപൊളി റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്തവരുണ്ടെങ്കിൽ അവരെന്തായാലും അവരെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഡേ ക്രീം പക്കാണ്, അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നൈറ്റ് ക്രീം ഞാനിപ്പോൾ ഇന്നത്തേക്ക് 7 days ആയിട്ടോ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂ യൂസ് ചെയ്യുക, അടിപൊളി റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, മറ്റുള്ളവരെ വീഡിയോ കണ്ടിട്ടോ ഒന്നുമല്ല. എനിക്ക് നല്ലത് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ ഒരു ക്രീമിനെയും ഇതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. കെമിക്കലൊന്നുമില്ല. അതുപോലെ തന്നെ പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് എന്തായാലും യൂസ് ചെയ്യുക. ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായാലും പാച്ച് ടെസ്റ്റ് നടത്തുക. പാച്ച് ടെസ്റ്റ് മീൻസ് നമ്മളിവിടെ നെക്കിൻ്റെ താഴേക്ക് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഒരു 3 ദിവസം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ധൈര്യമായിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്യുക. ഇതുകൊണ്ട് ഇതുവരെ ഞാൻ ആരും പ്രോബ്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, ഓയിലി സ്കിൻ ആയതുകൊണ്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ പിമ്പിൾസ് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ ഒരു ഭാഗം അപ്ലൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. പക്ഷേ ഇതുവരെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എൻ്റെ സ്കിന്നിൽ പിമ്പിൾസ് വരുന്ന സ്കിന്നാണോ ചോദിച്ചാൽ പറ്റാത്ത ക്രീം യൂസ് ചെയ്താൽ എൻ്റെ സ്കിന്നിലും പിമ്പിൾസ് വരും. പക്ഷേ ഇതുവരെ പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് പ്ലീസ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.